റെസ്ക്യൂ ടീം വിഷം കഴിച്ചൊരു പെൺകുട്ടിയെ രക്ഷിക്കാനായി വരുന്നു. നോക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും അവൾ മരിക്കുന്നു. പക്ഷെ പോലീസുകാർക്ക് അതവൾ സ്വയം ചെയ്തതായി തോന്നുന്നില്ല. കാരണം അവളുടെ വീട്ടിൽ നിന്ന് വേറൊരാളുടെ ഷൂവിന്റെ ഫ്ലൂറസെന്റ് പ്രിന്റ് കിട്ടിയിരുന്നു. അതുകൊണ്ട് പോലീസുകാർ ആ വീട് മുഴുവൻ ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണ് പൈപ്പിലൂടെ ആ പെൺകുട്ടിയുടെ റൂമിലേക്ക് ആരോ പോയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല അവിടെ നിന്ന് അവന്റെ ഫിംഗർ പ്രിന്റ്സ് കിട്ടുന്നു. പോലീസുകാർ ആ ഫിംഗർ പ്രിന്റ് എടുത്ത് ഡേറ്റാബേസിൽ അന്വേഷിക്കുന്നു. പക്ഷെ അത് ആരുമായി മാച്ച് ആവുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജെയ്സൺ എന്ന ഓഫീസറിന് അവർ അന്വേഷിക്കുന്നത് ഒരു മൈനറിനെ ആണെന്ന് സംശയം തോന്നുന്നു. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഫ്യൂണറലിന് പങ്കെടുത്ത അവളുടെ ക്ലാസ്മേറ്റ്സിന്റെ ഫിംഗർ പ്രിന്റുമായി അത് മാച്ച് ചെയ്ത് നോക്കാൻ പറയുന്നു. നോക്കുമ്പോൾ അയാൾ സംശയിച്ചതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ ഒപ്പം പഠിക്കുന്ന ഒരു പയ്യന്റെ ഫിംഗർ പ്രിന്റുമായി അത് മാച്ച് ആവുന്നു. ഉടനെ പോലീസുകാർ അവനെ പിടിക്കാനായി അവന്റെ വീട്ടിലേക്ക് വരുന്നു. വന്നിരിക്കുന്നത് പോലീസുകാരാണെന്നറിഞ്ഞതും അവൻ വേഗം വീടിനകത്തേക്ക് ഓടുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ ഓൾറെഡി തന്റെ ഫോൺ ഓവനകത്ത് വെച്ച് നശിപ്പിച്ചിരുന്നു. എന്നാലും ജെയ്സനൊപ്പം വന്ന മറ്റു ഓഫീസേഴ്സ് ഫ്ലൂറസെന്റ് മാർക്ക് ഉണ്ടായിരുന്ന അവന്റെ ഷൂ കണ്ടെത്തുന്നു. ഉടനെ അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ അവർ വിചാരിച്ചതിനേക്കാൾ സ്മാർട്ടാണ്. കാരണം ഈ തെളിവുകളൊന്നും പോരെന്ന് അവന് നന്നായി അറിയാം. അതുകൊണ്ട് അവൻ പോലീസുകാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും മറുപടി പറയാതെ കാഷ്വലായി എയർപോർട്ട്സ് അടുത്ത് വെച്ച് പഠിക്കാൻ തുടങ്ങുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ജെയ്സൺ ഒരു കാര്യം ഓർമ്മ വരുന്നു. ആക്ച്വലി അവർ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ പോയപ്പോൾ അവളുടെ ഹെഡ്സെറ്റ് ഊരിപ്പോയി ഒരു മ്യൂസിക് വലിയ ശബ്ദത്തിൽ കേട്ടിരുന്നു. ഉടനെ തന്നെ ബോഡി ക്യാം യൂസ് ചെയ്ത് ആ മ്യൂസിക്കിന്റെ പേര് കണ്ടുപിടിക്കാൻ പറയുന്നു. അതിനുശേഷം നേരെ ഇന്ററഗേഷൻ റൂമിലേക്ക് വന്ന ജെയ്സൺ ആ പെൺകുട്ടി ഉപയോഗിച്ച വിഷമെടുത്ത് ടേബിളിൽ വെക്കുന്നു. അത് കണ്ടതും ഇവന്റെ എക്സ്പ്രഷൻ ചേഞ്ച് ആവുന്നു. എന്നാലും അവനത് കാഷ്വലായി നീക്കി വെച്ചിട്ട് ഞാൻ കോഫി കുടിക്കില്ലെന്ന് പറയുന്നു. അപ്പോൾ പെട്ടെന്ന് ജെയ്സന്റെ ഫോൺ റിംഗായി ആ മ്യൂസിക് കേൾക്കാൻ തുടങ്ങുന്നു. അത് കേട്ടതും ഇവൻ പാനിക് ആവാൻ തുടങ്ങുന്നു. അടുത്ത നിമിഷം തന്നെ ജെയ്സന്റെ പാർട്ണർ അവന്റെ ഫോണിലെ ഡേറ്റ റിക്കവർ ചെയ്തെന്ന് പറഞ്ഞ് കുറച്ച് ഫേക്ക് ഫയൽസ് കൊണ്ടുവന്ന് ടേബിളിൽ വെക്കുന്നു. അതേസമയം ജെയ്സൺ ആ മ്യൂസിക് വീണ്ടും വീണ്ടും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ക്ഷമ നശിച്ചവൻ സത്യം വിളിച്ചു പറയുന്നു. ആക്ച്വലി അവൻ പുറമെ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും അവന് മറ്റൊരു മുഖം കൂടിയുണ്ട്. അവൻ കുട്ടികളെ കൊണ്ട് ഒരു ഇല്ലീഗൽ ഗാംബ്ലിംഗ് ആപ്പിൽ ഗെയിം കളിപ്പിക്കുന്നു. അതുമാത്രമല്ല അതിൽ തോൽക്കുന്നവർക്ക് അവൻ കാശ് കടം കൊടുത്ത് അത് പലിശയോടെ വാങ്ങി ടോർച്ചർ ചെയ്തിരുന്നു. ആ പെൺകുട്ടിയും അതുപോലെ അവന്റെ ട്രാപ്പിലകപ്പെട്ട് അവന്റെ ടോർച്ചർ സഹിക്കാനാവാതെ ഒരു ഘട്ടത്തിൽ വിഷം കുടിച്ചതാണ്. ഇപ്പോൾ ജെയ്സൺ പ്ലേ ചെയ്തത് ആ ഗെയിമിലുള്ള മ്യൂസിക് ആണ്. അതുകൊണ്ടാണ് ഇവനത് കേട്ട് പാനിക് ആയത്. അത് മാത്രമല്ല അവർ ഡേറ്റയും റിക്കവർ ചെയ്തെന്ന് പറഞ്ഞതും പിടിക്കപ്പെട്ടെന്ന് വിചാരിച്ചാണ് അവൻ അറിയാതെ സത്യം വിളിച്ചു പറഞ്ഞത്.